ഇവിടെയാണ് നമ്മുടെ പാചകപ്പുര ഉണ്ടാക്കുന്നത്. പാചകപ്പുരൻ്റെ പാചകത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇതിൻ്റെ ബേസ്മെൻറ്റിന് നൂല് കെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പാചകപ്പുര ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂം, ഇവിടെ ഒരു കിച്ചണ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഒരു പാത്രം കാണാനുള്ള ഒരു ഏരിയ. ഇതാണ് നമ്മൾ പുതിയൊരു പഠിപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിന്. ഒരു കവാടം ഉണ്ട്. ആ കണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 5 മീറ്റർ വരെ. ഇവിടെ നമ്മൾ പാചകപ്പുരക്കുള്ള ഒരു തറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാചകപ്പുരക്കുള്ള നമ്മളെ ഫൗണ്ടേഷൻ്റെ വർക്ക് മുഴുവനും കഴിഞ്ഞ് ഇനി നമ്മളിതിന് മുകളിൽ ബേസ്മെൻ്റാണ് കെട്ടാൻ പോണത്. ഇപ്പോൾ ബേസ്മെൻറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ നൂല് കെട്ടിയിട്ട് കണമട്ടം തിരിച്ചിട്ടുണ്ട്. കണമട്ടം തിരിച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 90 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നീളം കൂടിയ ഭാഗത്ത് ഒരു 1.20 വെച്ചു സെൻറ്റിമീറ്റർ വെച്ചിന്ന് ഈ 1.20 ടോപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.50 കിട്ടും. ആ 1.50 കിട്ടിക്കഴിഞ്ഞാൽ കിണ കറക്റ്റായി. അപ്പോൾ അടിയത്തെ ഒരു പാചകത്തിൻ്റെ കിണ നമ്മൾ അങ്ങനെയാണ് കിണച്ചത്. അതേ കിണ കറക്റ്റായി കിട്ടണമെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ പാചകത്തിൻ്റെ ഈ കിണച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിണ നമ്മൾ മുകളിലേക്ക് ബേസ്മെൻറ്റിൻ്റെ കിണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കിണച്ചി പാചകത്തിൽ നിന്നുള്ള 6 സെൻറ്റിമീറ്റർ വെച്ചിങ്ങാണ്ട് ഒരു തോതുണ്ടാക്കിയിട്ട് കറക്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ കിണച്ചിയും വന്ന് അതിൻ്റെ എൻഡെന്ന് ആ ഒരു കല്ലിൻ്റെ എൻഡെന്ന് 6 സെൻറ്റിമീറ്റർ തോതുണ്ടാക്കിയിട്ട് അത് ആ തലക്കലും അതുപോലെ ഈ തലക്കലും വെച്ചിട്ട് ഓരം 2 ഭാഗത്ത് ഓരോ മാർക്കിടുക. അതിനുശേഷം ഇങ്ങ് ഭാഗത്ത് തിരിയുക. ഇവിടെയും തന്നെ ഈ തലക്കൊരു മാർക്കിടുക, ആ തലക്കൊരു മാർക്കിടുക. അങ്ങനെ മാർക്കിട്ട് 2 ഭാഗത്തും ഒരു 6 സെൻറ്റിമീറ്റർ മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേസ്മെൻറ്റ് കുറ്റിയടിക്കുമ്പോൾ ആ മാർക്കിൽക്ക് നമ്മൾ ഈ നൂല് നിർത്തുക. അതായത് പാചകത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബേസ്മെൻ്റാണ്. ബേസ്മെൻറ്റ് നമുക്ക് നമ്മളതാ ഈ പറഞ്ഞ പാചകത്തുമ്പോൾ 2 ഭാഗത്തും 2 തലക്കിൽ ഓരോ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ നൂലിൽ കെട്ടിയിട്ട് കറക്റ്റ് ആ മാർക്കിൽക്ക് ഈ ഒരു നൂലും അതുപോലെ ഈ ഭാഗത്തെ ഈ ഒരു നൂലും പാടെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, കറക്റ്റ് കിണ കിട്ടും. കിണ പോകൂല. പിന്നെ അതുമ്പോൾ കിണക്കാൻ ഒരുപാട് ടൈമും പോകില്ല. അടിപൊളിയായിരിക്കും. അപ്പോൾ പല രീതിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ കിണക്കുന്ന രീതിയാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മളൊരുപാട് നമ്മളെ യൂട്യൂബിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പടവിൻ്റെ ഒരുപാടോ പിന്നെ നമ്മളെങ്ങനെയാണ് ഈ നൂൽമൊക്കെ നോക്കല് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ അവർ പണി പഠിക്കാൻ ആഗ്രഹം കൊണ്ടായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്കും കൂടെ ഉപകാരപ്പെടാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ഏതൊരു മേസനും അതായത് പണി എടുക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാവരും ഐഡിയ ഉണ്ടാവും. പണി എടുക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് പണി എടുക്കാൻ വേണ്ടിയിട്ട് പണി പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകാനാണ് ഈ ഒരു രീതികൾ പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്താണ് പിന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജായിട്ട്. ഇപ്പം ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ യൂട്യൂബ് നോക്കിയിട്ടാണോ പഠിക്കുക എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കണം മാത്രമല്ല, യൂട്യൂബ് നോക്കിയിട്ട് പണി പഠിക്കുന്ന ആൾക്കാരും ഉണ്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പണി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആളുകൾക്കാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ പാചകത്തും വന്ന് 6 സെൻറ്റിമീറ്റർ നമ്മൾ 2 ഭാഗത്തും 6 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 6 സെൻറ്റിമീറ്റർ വെക്കുക. ആ തലക്കൽ ഈ തലക്കൽ 6 സെൻറ്റിമീറ്റർ വെക്കുക. അതുപോലെ ഈ കെട്ടിൻ്റെ ഈ തലക്കലും അത് ആ തലക്കൽ 6 സെൻറ്റിമീറ്റർ വെക്കുക. ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ, മറക്കാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ നൂല് കറക്റ്റ് ഈ ഇട്ട നൂലുണ്ടല്ലോ, ഈ ഇട്ട നൂല് കറക്റ്റ് 6 സെൻറ്റിമീറ്റർ നിർത്തുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു നീളം കുറഞ്ഞ ഭാഗമാണ് ഏരിയയാണിത്. ഇവിടേക്ക് അങ്ങോട്ടാണ് ലെങ്ത്ത് കൂടുതൽ. ഇവിടേക്ക് ലെങ്ത്ത് കൂടുതലുള്ള ആ ഭാഗത്ത് ഈ നൂലും വന്ന് ഇതിൻ്റെ ഈ കോണ് വരുമല്ലോ, എവിടെ കാണിച്ചത്, ഇവിടുന്ന് നമ്മൾ നേരെ 1.20 ഇവിടുന്ന് 1.20 നീളം കൂടിയ ഭാഗം അങ്ങോട്ട് വെക്കുക 1.20. പിന്നെ ഇവിടുന്ന് ഈ കോണ് തന്നെ ഈ എൻഡിൽ നിന്ന് ഒരു 90 അതാ അങ്ങോട്ട് വെക്കുക.
ഇതാ അവിടെ നൂല് കെട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ 90 വെച്ചിട്ട് നൂല് കെട്ടിയിട്ടുണ്ട്. ഇതാ കറുത്തൊരു നൂല് കാണാൻ പറ്റും, ആ നൂല് കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ദാ ഈ ഒരു എൻ്റെ ഈ നൂലിൻ്റെ ഈ ഒരു മറിക്കന്ന് ഇവിടുന്ന് ടേപ്പിൻ്റെ കണ്ണി പിടിച്ചിട്ട് നേരതാ ഇവിടെ 1.5 നൂല് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു കറുത്ത നൂല് ഇതിലേക്ക് പിടിക്കുക, ഇവിടെ 1.20 വെക്കുക. ഈ നൂല് വന്ന് ആ എൻ്റെ ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1.20 ഇങ്ങോട്ട് വെക്കുക, ഇവിടുന്ന് അങ്ങോട്ട് 90 വെക്കുക. പിന്നെ ആ 90ൻ്റെ ഇതാ ഈ ഒരു നൂലും വന്ന് നേരെ ക്രോസ് ആക്കിയിട്ട് ഇതാ ഈ നൂലുമൊക്കെ പിടിക്കുക. എങ്ങനെ അതാ ആ നൂല് കണ്ടില്ല, അവിടെ നിന്ന് നേരെ പിടിച്ചിട്ട് ഇതാ ഈ നൂലുമൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ 1.50 വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ കണ കറക്റ്റ് ആക്കാനും. ഈ കണ കറക്റ്റ് ആക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിക്ക് പറഞ്ഞത്. 6 സെൻറ്റിമീറ്റർ അവിടെയും 6 സെൻറ്റിമീറ്റർ അവിടെയും 2 ഭാഗത്തും 6 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേസ്റ്റിന് നൂല് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തൂക്കുണ്ടായിട്ട് ആ 6 സെൻറ്റിമീറ്റർ വെക്കുമ്പോൾ എന്താ വെച്ചാൽ 6 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് തൂക്കുണ്ടിട്ട് നൂല് ഇത് നമുക്ക് നിർത്തണം കേട്ടോ. ഇതാ ഇവിടെ ഒരു മറിഞ്ഞിട്ടുണ്ട്, മാർക്ക് ഇടുക കല്ലമ്മേ അത് 6 സെൻറ്റിമീറ്റർ മാർക്കിട്ടാണ്. ഇതും വന്ന് ഈ നൂല് കറക്റ്റ് കെട്ടിയിട്ട് ഈ നൂലും വന്ന് ഇതിലേക്കൊരു തൂക്കൊണ്ടിട്ടിട്ട് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പം എന്തുണ്ടാവും, ഞാൻ തൂക്കൊണ്ടിട്ട് കാണിച്ചു തരാം. ഇതാ ഈ തൂക്കുണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ നൂലുമതാ തട്ടിയില വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തൂക്കുണ്ട നേരെ ഈ മാർക്കിട്ട് കൊടുക്കുക. ഈ മാർക്കിൽ കറക്റ്റ് ഇതാ ആ വരയിലായിരിക്കും തൂക്കുണ്ട അടിപോയി കുത്തുക. ഇങ്ങനെ ഫ്രീ ആക്കി പിടിക്കണ്ടോ, കുത്തിച്ച് കഴിഞ്ഞാൽ അറിയില്ല, ഇങ്ങനെ ടച്ചായിട്ട് ഇങ്ങനെ ഇറക്കണം കണ്ടോ. ഇത് കറക്റ്റ് തൂക്കാണ്. ഇതുപോലെ കറക്റ്റ് തൂക്കരുത് അവിടെയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ എല്ലായിടത്തും വലിവ് കിട്ടും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ കണ കാണിച്ചപ്പോൾ റെഡിയായ മാതിരി ഇതും കണക്കുമ്പോൾ വളരെ റെഡി ആയിരിക്കും, ഒരുപാട് പണി വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് പറയുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ പിന്തുണ. നിങ്ങളെ ഓരോ ലൈക്കും ഞങ്ങൾ ഓരോ അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രയോജനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക.